ഇന്ന് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് ജെയിംസ് വർഗീസ് ആണ്, ഹൂസ്റ്റണിൽ നിന്നും. കർത്താദാസിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താദാസിനോട് നമ്മൾ കേൾക്കുന്ന ഗാനത്തിന്റെ വരികൾ അത് നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ, അത് നമുക്ക് ആശ്വാസമായിരിക്കാൻ, അത് നമുക്കൊരു പ്രോത്സാഹനമായിരിക്കാൻ, ധൈര്യമായിരിക്കാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ഒന്നുകൂടെ ആകർഷിക്കുന്നതായിരിക്കാൻ നാം എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനാപൂർവ്വം ദിവസങ്ങളിലായിരിക്കുമ്പോൾ ജെയിംസ് വർഗീസിനെ ഗാന ശുശ്രൂഷയ്ക്കായി ഒക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചുകൊള്ളും. താങ്ക് യു. ഇന്ന് രാത്രികാലം പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവേ, അങ്ങേ കൂടാതൊന്നും എനിക്കു ചെയ്യുവാൻ സാധ്യമല്ലേ, അങ്ങില്ലാതെ ഈ ആയുസ്സിൽ ആവില്ലെനിക്കു പ്രിയനെ യേശു വേണം, എൻ ജീവിതത്തിൽ യേശു വേണം, ഓരോ നിമിഷവും യേശു വേണം, എന്നന്ത്യം വരെ പ്രിയനേ വേണം, യേശു വേണം, എൻ ജീവിതത്തിൽ യേശു വേണം, ഓരോ നിമിഷവും യേശു വേണം, എന്നന്ത്യം വരെ പ്രിയനേ വേണം. ഉള്ളം കാലങ്ങും നേരത്ത് ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കയ്യിൽ വരച്ചവൻ തള്ളാതെ എന്നെ താങ്ങിടും യേശു വേണം, എൻ ജീവിതത്തിൽ യേശു വേണം, ഓരോ നിമിഷവും യേശു വേണം, എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശുവിൽ ജീവിച്ചാൽ മതി, താതന്റെ വാത്സല്യം മതി, മൃത്യു വന്നാലും ഭാഗ്യമേ, നിത്യതയിലും മോദമേ, യേശു മാത്രം മതി, എൻ ജീവിതത്തിൽ യേശു മാത്രം മതി, ഓരോ നിമിഷവും യേശു മാത്രം മതി, എന്നന്ത്യം വരെ പ്രിയനേ മതി. യേശുവേ, അങ്ങേ കൂടാതൊന്നും എനിക്കു ചെയ്യുവാൻ സാധ്യമല്ലേ, അങ്ങില്ലാതെ ഈ ആയുസ്സിൽ ആവില്ലെനിക്കു പ്രിയനേ യേശു വേണം, എൻ ജീവിതത്തിൽ യേശു വേണം, ഓരോ നിമിഷവും യേശു വേണം, എന്നന്ത്യം വരെ പ്രിയനേ വേണം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കേൾപ്പാൻ തക്കണം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നമുക്ക് യേശു വേണം, ആ യേശു മതി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവിന്റെ സാന്നിധ്യമാണ് നമുക്ക് ശക്തി പകരുന്നത്, ബലം പകരുന്നത്, പ്രത്യാശ നൽകുന്നത്, നമുക്ക് മുന്നോട്ട് പോകുവാൻ, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രചോദനമായി തീരുന്നത് യേശുവിന്റെ സാന്നിധ്യവും യേശു തരുന്ന ശക്തിയുമാണ്. അതുകൊണ്ട് അത് സംഭരിച്ചുകൊണ്ട് അതിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹീത ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച കർത്താവ് ദാസനോട് നന്ദി പറയുന്ന നാമത്തിൽ അറിയിക്കുന്നു. ഇനിയും കർത്താവിന് വേണ്ടി പാടുവാൻ കർത്താവ് ശക്തീകരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. തുടർന്ന് നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെയായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവവചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ കേരളത്തിൽ റാന്നിയിൽ നിന്നുമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞങ്ങൾ ഒരു മാതൃസഭയിലെ ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ താന് കുവൈറ്റിൽ ജനിച്ച് വളർന്ന് കുറെ വിദ്യാഭ്യാസം അവിടെ കഴിഞ്ഞു, ബാക്കി വിദ്യാഭ്യാസം കേരളത്തിൽ ചെയ്ത് പ്രൊഫഷണൽ പറഞ്ഞാൽ താൻ ഒരു എഞ്ചിനീയർ ആയിരിക്കേണ്ട ആളാണ്. എന്നാൽ അതൊക്കെ വിട്ടിട്ടാണ് സുശേഷികളുടെ ബന്ധത്തിൽ താൻ ഇപ്പോൾ ആയിരിക്കുന്നത്. ഒരു ബൈബിൾ സ്കൂളിൽ താൻ രജിസ്ട്രാറായിട്ട് പ്രവർത്തിക്കുന്നു, മറ്റ് മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ താൻ ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ്. ചെങ്ങന്നൂർ ടൗണിൽ IPCയിലെ ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ് താൻ. അതുപോലെ തന്നെ താൻ ഒരു ബോയ്സ് സ്കൂളിൽ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. കുമ്പനാട് കൺവെൻഷനിലെ കൊയറിനകത്തെ ഒരു സ്ഥിര അംഗമെന്ന് വേണേൽ പറയാം. അതുപോലെ ചില വർഷങ്ങളായിട്ട് താൻ തുടർമാനമായിട്ട് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ കർത്താവ് നൽകിയ താലന്തുകൾ ദൈവനാമത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത യുവ പാസ്റ്ററാണ് താൻ. തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ആയിട്ട് കടന്നുപോയി മെഗാ ബൈബിൾ ക്വിസുകൾ താൻ നടത്താറുണ്ട്. അതിന് പ്രത്യേക ഒരു കഴിവ് കർത്താവ് തനിക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ദൈവനാമത്തെ ഉയർത്തുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ സമയത്ത് നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മാതൃസഭയിൽ നിന്ന് അനേക ദൈവദാസന്മാർ, ഏതാണ്ട് 50ഓളം ദൈവദാസന്മാർ വിവിധ കാലഘട്ടങ്ങളായിട്ട് കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഈ തലമുറയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുൻ തലമുറയെ കുറിച്ചല്ല പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾ വിവിധ നിലകളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊരുവനാണ് താന്. സഭയെ ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. അടുത്ത വർഷം ആ സഭ സെന്റിനറി ഉണ്ട്, ശതാബ്ദിയിലേക്ക് വരികയാണ്. 100 വർഷമാകുന്നു ആ ദൈവസഭ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവസഭയ്ക്കും അതുപോലെ ശതാബ്ദി പദ്ധതിക്കും ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എന്റെ മുഖവുര നീട്ടുന്നില്ല. വളരെ വേഗത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പക്ഷെ മനോജ് മാത്യു ജേക്കബ് എന്ന് പറയുന്ന ദൈവദാസനെ ഒക്ലഹോമ പ്രയർ പാർട്ട്നർഷിപ്പ് നാമത്തിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവത്തിലായിരിക്കാം. കർത്താവിന്റെ ദാസിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. പക്ഷെ മനോജ് മാത്യു ജേക്കബ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? ക്ലിയർ ആയിട്ട് കേൾക്കാം? ഫാനിന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ? ക്ലിയർ അല്ല? ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രി സമയത്ത് ഒക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ ഈ മിനിസ്ട്രിയോട് ചേർന്നുള്ള ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ യോഗം ലീഡ് ചെയ്യുന്ന പ്രിയ റൈച്ചാനും ഞാൻ തമ്മിലുള്ള ബന്ധം ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇന്ന് ഈ പ്രയർ ലൈനിൽ ഈ രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശേഷാൽ ഈ പ്രയർ ലൈനിന് നേതൃത്വം കൊടുക്കുകയും അതിന്റെ ആദ്യം മുതൽ വളരെ കാര്യക്ഷമമായി വളരെ ഊർജ്ജസ്വലമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബ്രദർ സാക് ചെറിയാൻ, തന്റെ വൈഫ് ബിജി, 3 കുഞ്ഞുങ്ങള്, അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുകയും അത് കർത്താവ് മാനിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഇപ്പൊ മുമ്പേ പറഞ്ഞ കാര്യങ്ങളിൽ ഒക്കെ കൂടാതെ ഇങ്ങനൊരു പ്രെയർ ലൈൻ പല വിഷയങ്ങൾക്ക് വേണ്ടിയും ഞാൻ കേട്ടു. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ ഞാൻ കേട്ടു. ഒരിക്കലും കേരളത്തിലൊന്നും പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല, ചില ദിവസങ്ങൾ വേർതിരിച്ച് ഓരോ ടോപ്പിക്കിന് വേണ്ടി ഓരോ തീം ബേസ്ഡ് ദിവസങ്ങളായിട്ട് തന്നെ വേർതിരിക്കുന്നത് അതൊരു ഒത്തിരി വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നാട്ടിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. പ്രെയർ ലൈൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഉണ്ടെങ്കിൽ തന്നെ പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റലൈസ്ഡ് അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റലൈസ്ഡ് പ്രാർത്ഥനയൊന്നും ഞാനിങ്ങ് കേട്ടിട്ടില്ല. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ഇന്ന് റൈച്ചാനിന്റെ ഇൻട്രഡക്ഷൻ ഒക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻട്രഡക്ഷൻ ഒക്കെ നിങ്ങൾ പറയേണ്ടത് വന്ന് കേരളത്തിലും ഇന്ത്യയിലൊക്കെ വന്ന് പറയേണ്ടത്. നിങ്ങൾ എല്ലാവരും ഏറിയ പങ്കാളികളും അവിടുത്തെ സിറ്റിസൺസ് ആണ്, അമേരിക്കൻ സിറ്റിസൺസ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ആസ് അമേരിക്കൻ സിറ്റിസൺസ്, നമുക്ക് കർത്താവിന് മുമ്പിൽ അമേരിക്കൻ സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺ ഒന്നും ഇല്ല, എല്ലാവരും ഒരുപോലെ ഉള്ളൂ. അപ്പം അമേരിക്കൻ സിറ്റിസൺസ് ആയിട്ടുള്ള ദൈവമക്കള് അവരെക്കുറിച്ച്, അവരുടെ രാജ്യത്തെക്കുറിച്ച് മറ്റു രാജ്യങ്ങളിൽ പോയി വരുമ്പോൾ, നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ഇതിനെക്കുറിച്ച് എൻകറേജ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. എങ്ങനെയാണ് അമേരിക്ക എന്നുള്ള കുടിയേറ്റം എങ്ങനെയാണ് അമേരിക്കയിൽ ഉണ്ടായതെന്നും ഒക്കെ ചെറിയതായിട്ട് എനിക്ക് അറിയാമായിരുന്നു. കുറച്ചുകൂടി ഇന്ന് ആഴമായിട്ട് അറിയാൻ സാധിച്ചു. എനിക്കറിയില്ലായിരുന്നു ഹോളണ്ടിൽ ആദ്യം പോയതെന്നും അവിടെ അവരുടെ നേതാവിനെ തൂക്കിക്കൊന്ന കാര്യമാണ്. അങ്ങനെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓർത്തു നേരെ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്ന കൂട്ടരാണ് ഇവിടെ ഇപ്പോൾ അമേരിക്കയിലെ നേറ്റീവ്സ് അല്ല, അവിടെ ഇപ്പോൾ താമസിക്കുന്ന വെള്ളക്കാരെന്ന് പറയുന്നത് എനിക്കറിയില്ലായിരുന്നു.
എനിവേ അതൊക്കെ ഭയങ്കര, ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, അമേരിക്കയിലെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, അത് എല്ലാ രാജ്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ ഒട്ടും മോശമല്ല. ഇപ്പോഴത്തെ ഡിറ്റീരിയറേഷൻ ഇസ് വെരി വെരി മച്ച്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതികളാണ്. ഈവൻ 100 വർഷം 90 വർഷം ആയ സഭകളിൽ പോലും വളരെ സിറ്റുവേഷൻസ് വളരെ മോശമാണ്. പീഡനത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റ് അതിന്റെ ആത്മീയമായ വശങ്ങൾ വളരെ തരം താഴ്ന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, നമുക്ക് പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അവസരം നാട്ടിൽ വരുമ്പോഴും ഇങ്ങനെ ആ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് ഏകദേശം എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ ആ രാജ്യത്തെക്കുറിച്ച് ഇപ്പൊ തന്നെ ഉണ്ട്. അത് ആദ്യം മുതലേ ആ രാജ്യം അങ്ങനെയാണ് എന്നുള്ള ചിന്തയാണ് മിക്ക ആളുകളിലും ഉള്ള ഒരു തെറ്റിദ്ധാരണ. എന്റെ ചിന്ത അത് ഒന്ന് ബോധവൽക്കരിച്ച് ഒന്ന് തിരിച്ചൊന്ന് അതിന്റെ അഭിപ്രായം തിരിച്ചൊന്ന് ആക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഊർജ്ജസ്വലമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ ഈ തലമുറയിൽ ചിലരെയെങ്കിലും നമുക്ക് ലഭിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത്. 1-ാം നൂറ്റാണ്ടില് സഭയ്ക്ക് പീഡനമുണ്ടായിരുന്നു. നമ്മള് സാധാരണ 2-3 നൂറ്റാണ്ടുകളാണ് പീഡിത സഭ എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിട്ട് തിരിച്ചു പറയുന്നു. എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പറയുകയാണ്. സഭാ ചരിത്രത്തെ സാധാരണ 7 ഡിവിഷൻസ് ആയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തേത് ആദ്യ നൂറ്റാണ്ട്, അത് ഏർലി ചർച്ച് അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭ എന്ന് പറയും. 2-3 നൂറ്റാണ്ടുകൾ പീഡിത സഭ എന്ന് പറയും. 3, 4, 5, 6 നൂറ്റാണ്ടുകള് റോമൻ സഭ എന്ന് പറയും. കാരണം റോമുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തിക്കൊണ്ട് നാളിതുവരെ ആ സമയം വരെ ഒരിക്കലും സ്റ്റേറ്റും റിലീജിയനും ഒരുമിച്ച് പോകാതിരുന്ന കാലത്ത് കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ ആ ഇടപെടൽ കാരണം 4, 5, 6 നൂറ്റാണ്ടുകളിൽ സഭയ്ക്ക് വലിയ സ്വാതന്ത്ര്യം ലഭിക്കുകയും അത് റോം അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികളുടെ കൂടെ അവരുടെ ഹാൻഡ് ഷേക്കിൽ, അതായത് ഫുൾ കോഓപ്പറേഷനിൽ പോയ ഒരു കാലം. അത് സഭയ്ക്ക് പക്ഷെ നന്നായിരുന്നില്ല, സഭയ്ക്ക് ദോഷമാണ് ചെയ്തത്. നമുക്കെല്ലാം ഈ കാര്യങ്ങളൊക്കെ അറിയാം. 7 മുതലുള്ള അടുത്ത 9 നൂറ്റാണ്ടുകൾ, 16-ാം നൂറ്റാണ്ട് വരെ 15-ാം നൂറ്റാണ്ട് വരെ നമ്മൾ ഇരുണ്ട കാലഘട്ടം അല്ലെങ്കിൽ മിഡിൽ ഏജസ് എന്ന് പറയും. അതിനുശേഷമുള്ള 2 നൂറ്റാണ്ടുകൾ 16, 17 നൂറ്റാണ്ടുകൾ നമ്മൾ റിഫോംഡ് ചർച്ച് എന്ന് പറയും, അല്ലെങ്കിൽ നവീകരിക്കപ്പെട്ട നവീകരണം എന്ന് പറയുന്ന ആ കാലഘട്ടം. അതിനുശേഷമുള്ള 18, 19 നൂറ്റാണ്ടുകളെയാണ് നമ്മൾ സാധാരണ എൻലൈറ്റഡ് ചർച്ച് അല്ലെങ്കിൽ മിഷണറി ചർച്ച് എന്ന് പറയുന്ന മിഷൻസ് പോയ കാലം. അതാണ് 18, 19 നൂറ്റാണ്ടില മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതായത് വിവിധ രാജ്യങ്ങളിൽ പോയി കോളനൈസ് ചെയ്ത് അവിടെ ഓരോ രാജ്യങ്ങളുടെ, ബ്രിട്ടൻ, ഫ്രാൻസ്, അങ്ങനത്തെ പോർച്ചുഗൽ, ഇങ്ങനത്തെ രാജ്യങ്ങൾ പോയി കോളനീസ് സ്ഥാപിച്ച് അവിടെ മിഷൻ സ്റ്റേഷൻസ് സ്ഥാപിച്ച് അത് നടന്നത് 18, 19 നൂറ്റാണ്ടിലാണ്. 20-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്തിന്റെ 2ാം വരവോടുകൂടിയാണ്, അത് അമേരിക്കയിലായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം, ലോസ് ആഞ്ചൽസിലായിരുന്നല്ലോ. അതിനോട് ചേർന്ന് ആ ഇവന്റിനോട് ചേർന്നാണ് മോഡേൺ ചർച്ച് എറ എന്ന് പറയുന്ന നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് പറയുന്ന കാലം അതാണ്. എന്നാൽ ഓർക്കുക, 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭയ്ക്ക് പീഡനം ഉണ്ടായിരുന്നു. നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിലാണ് നീറോ കൈസർ ഭരിച്ചിരുന്നത്. 60-കളിലാണ് ഭരിച്ചത്. അത് 2-ാം നൂറ്റാണ്ടല്ല, 1-ാം നൂറ്റാണ്ട്. 1-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് പത്രോസ്, പൗലോസ്, യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം കൊല്ലപ്പെട്ടത്. യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നല്ലോ. ഇവരെല്ലാം കൊല്ലുമ്പോൾ അത് പീഡനമില്ലാതല്ലല്ലോ, പീഡനം സഭയ്ക്ക് എന്നും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് 1, 2, 3 നൂറ്റാണ്ടിലുണ്ടായിരുന്നു. എന്നാൽ 2-ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത, 2, 3 നൂറ്റാണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് were seen in 3 different ways. 3 വ്യത്യസ്ത പേരായിരുന്നു ഈ ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, അന്ത്യോക്യ വെച്ചാണ് ആദ്യം ക്രിസ്ത്യാനി എന്നൊരു പേര് നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മളെ പരിഹസിച്ച് ഇട്ട പേരാണെങ്കിൽ പോലും അതിനകത്തുണ്ടായിരുന്ന ഒരു അഭിമാനം ഉണ്ടായിരുന്നു. ഇന്നും അഭിമാനത്തോടെ നമ്മളെ തന്നെ വിളിക്കുന്നതാണ് വി ആർ ക്രിസ്ത്യൻസ് എന്ന്. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ എന്ന് പാശ്ചാത്യ രാജ്യത്തിൽ പറയുന്നതും നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ പറയുന്നതും തമ്മിൽ രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ when you say the name Christian, a nominal Christian is also a Christian എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് ക്രിസ്ത്യാനിയും ഇവിടെ ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, നമ്മുടെ ഈ രാജ്യങ്ങളിൽ ഈസ്റ്റേൺ സൈഡ് ഓഫ് ദ ഗ്ലോബ്. എന്നാൽ വെസ്റ്റേൺ സൈഡ് ഓഫ് ദ ഗ്ലോബിൽ അങ്ങനല്ല. അവിടെ ക്രിസ്ത്യൻ എന്ന് പറയണമെങ്കിൽ a person who really follows Christ,
in all his teachings and all the way of that he has shown. കർത്താവ് കാണിച്ച എല്ലാ വഴികളിലും യേശുവിനെ പിൻഗമിക്കുന്ന ആളുകളെ മാത്രമേ ക്രിസ്ത്യാനി എന്ന് അവിടെ പറയാം. അപ്പം പറഞ്ഞു വന്നത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു അഭിമാനമായിട്ടുള്ള വാക്കാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, 2-3 നൂറ്റാണ്ടുകളിൽ ഞാൻ ഇനിയും പറയാൻ പോകുന്ന 3 പ്രത്യേക പദങ്ങളായിരുന്നു ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, നിങ്ങൾക്ക് അതിശയം തോന്നും, ക്രിസ്ത്യാനി വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് നിരീശ്വരവാദി, ഏത്തീസ്റ്റ്. അവിടെ നിന്നാണ് ഈ വലിയ സ്റ്റേഡിയമൊക്കെ, അന്ന് ആംഫി തിയേറ്റർ എന്നാ പറഞ്ഞത്, വലിയ തിയേറ്റേഴ്സിലൊക്കെ ഇവരെ ക്രിസ്ത്യാനികളെ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ ചെയ്ത പീഡനങ്ങൾ, അവര് സ്റ്റേഡിയത്തിൽ ഇരുന്ന് ഗാലറിയിൽ ഇരുന്ന് സന്തോഷിച്ച് ഇതിന് ആ ആനന്ദ തിമിർപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആളുകളെ, ക്രിസ്ത്യാനികളെ സിംഹങ്ങൾക്കും മറ്റു വന്യജീവികൾക്കും ഇട്ടുകൊടുക്കും തിന്നാനായിട്ട്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു പദപ്രയോഗം, ഏത്തീസ്റ്റ് ടു ദ ലയൺസ്, കേട്ടിട്ടുണ്ടായിരിക്കും. അത് അവിടെ നിന്നാണ് ആ പദപ്രയോഗം വരുന്നത്. ആരാണ് ഈ ഏത്തീസ്റ്റ്? നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ ദൈവം ഇല്ല എന്ന് പറയുന്നവനാണ് ഏത്തീസ്റ്റ്. എങ്ങനെയാണ് ക്രിസ്ത്യാനി ഏത്തീസ്റ്റ് ആകുന്നത്? കാരണം ക്രിസ്ത്യാനി റോമൻ ഗോഡ്സിനെ, റോമൻ ദേവന്മാരെ, പാന്തിയോൺ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ സംഘത്തെ, ഇന്ത്യയിൽ ദേവന്മാരുടെ സംഘം ഉള്ളതുപോലെ റോമിലും ഗ്രീസിലും എന്തുണ്ടായിരുന്നു? ദേവന്മാരുടെ സംഘമുണ്ടായിരുന്നു. അതിന് പാന്തിയോൺ എന്നായിരുന്നു പറയുന്നത്. അപ്പൊ പാന്തിയോണിനെ അംഗീകരിക്കാത്ത ഇവരാണ് ഏത്തീസ്റ്റ്, ഇവരാണ് നിരീശ്വരവാദികൾ, ഇവരെ കൊല്ലണം. അപ്പം നോക്കണം, ഒന്ന്, ഇവർക്ക് കിട്ടിയ പേര് നിരീശ്വരവാദികൾ. 2, ഇവരെ വിളിച്ചുകൊണ്ടിരുന്ന മറ്റൊരു പേരായിരുന്നു ഹെറ്ററോസ്. ഹെറ്ററോസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്, വ്യത്യസ്തർ. അപ്പം ഇന്ന് നമുക്കറിയാം, നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ്. നമ്മളെ ആരും ഡിഫറെന്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഓണർ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രൈഡ്. പക്ഷെ ഇൻ ദോസ് ഡേയ്സ് ഹെറ്ററോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലല്ലാത്തവർ, ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ യോഗ്യതയില്ല. അങ്ങനെ ആ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവരെ നാട് കടത്താൻ തുടങ്ങിയത്. നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു വലിയ പീഡനം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അടുത്തത് എഴുതിയിരിക്കുന്ന ജനം ചിതറിപ്പോയി. ശരിക്കും അവർ പീഡനം എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരെ അടിക്കുകയോ ഇരിക്കുകയോ കൊല്ലുകയോ ജയിലിടുകയോ എന്നുള്ളതിനേക്കാൾ നാട് കടത്തുക, അല്ലെങ്കിൽ ഈ ദേശത്തേക്ക് തിരിച്ചു വരരുത് എന്നുള്ള എഡിക്റ്റ് ഇറക്കുക എന്നാണ്. നമുക്കറിയാമല്ലോ, പോന്തോസിൽ താമസിച്ചുകൊണ്ടിരുന്ന അക്വിലാവും പ്രിസ്കില്ലയും ഒക്കെ നാട് വിട്ട്, അവര് യഹൂദരായിരുന്നെങ്കിലും അവർ നാട് വിട്ട് പോകേണ്ടി വന്നത്, പോന്തോസിലേക്ക് വന്ന് താമസിക്കേണ്ട കാര്യം വന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങളാണ്. അപ്പം നോക്കണം, ഒന്ന്, അവര് വിത്തൗട്ട് ഗോഡ് ആയിരുന്നു, അവരെ കൺസിഡർ ചെയ്ത് ദൈവമില്ലാത്തവരായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് വ്യത്യസ്തരായി കണക്കാക്കപ്പെട്ടിരുന്നു. 3, ഈ റിലീജിയനെ തന്നെ, ക്രിസ്ത്യൻ മതത്തെ തന്നെ അവർ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് റിലിജിയോ ഇല്ലിസിറ്റ എന്ന് പറഞ്ഞാൽ ഇല്ലിസിറ്റ് റിലീജിയൻ ഓർ അൺലോഫുൾ റിലീജിയൻ. എന്നോട് പറഞ്ഞാൽ നിയമവിരുദ്ധമായ മതം, റിലീജിയോ ഇല്ലിസിറ്റ. നോക്കണം, ദൈവത്തെ ആരാധിക്കുന്നത് ഒരു ഇല്ലീഗൽ മാറ്ററായി മാറിയ കാലം. ഇന്നും നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മുമ്പിൽ അവരാരും പതറിയില്ല, അവരാരും അവരുടെ ജീവനെ ചെയ്തില്ല, അവരവരുടെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. എന്ന് വെച്ചാൽ പിശാചിനും ഏൽപ്പിച്ചു കൊടുത്തില്ല, ഈ ആളുകൾക്കും ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുകയല്ലാതെ അവർ പോയി സൂയിസൈഡ് ചെയ്യുകയോ ഒന്നും അവർ ചെയ്തില്ല. ഇന്നും ഇവരുടെ ജീവിതത്തിൽ നമുക്ക് പ്രചോദനം ഏറ്റെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ആളുകൾ അങ്ങനെ ചെയ്തത്? അന്നത്തെ കാലത്ത് ദേവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഒരുപാട് വലിയ കാര്യമൊന്നും ചെയ്യണ്ട. നമ്മൾ ഇതിന്റെ ചരിത്രം ക്ലോസ് ആയിട്ട് പഠിച്ചാലുണ്ടല്ലോ, മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ചരിത്രം ക്ലോസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 303 ഏറ്റവും കൂടുതൽ പീഡനം ഉണ്ടായത് 303 മുതലുള്ള ചില കാലങ്ങളിലാണ്. അന്ന് ഡീഷ്യസ് എന്ന് പറഞ്ഞൊരു രാജാവായിരുന്നു, ഒരു ചക്രവർത്തിയായിരുന്നു റോം ഭരിച്ചിരുന്നത്. ഡീഷ്യസ് ഒരു കാര്യം പുറത്തിറക്കി, എന്നറിയാമോ? എല്ലാവരും റോമൻ സിറ്റിസൺസ്, റോമൻ സാമ്രാജ്യത്തിൽ താമസിക്കുന്ന എല്ലാവരും ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ് മറ്റൊന്നുമല്ല, ഞാൻ ഈ വർഷത്തേക്കുള്ള എല്ലാ ദേവന്മാർക്കും അവരവർക്ക് ആവശ്യമുള്ള, അവരവരെ പ്രസാദിപ്പിക്കാൻ ആവശ്യമുള്ള ആ യാഗം ഞാൻ അർപ്പിച്ചു എന്ന് തെളിയിക്കുന്ന ലിബല്ലൈ എന്ന് പറയുന്ന, അതായിരുന്നു അവിടുത്തെ ലാറ്റിൻ പേര്. ലിബല്ലസ് സിംഗുലർ, ലിബല്ലൈ പ്ലൂറൽ. ലിബല്ലൈ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ആർക്കും സുഖമായിട്ട് ജീവിക്കാം, അവരാരും ശല്യപ്പെടുത്തത്തില്ല. ഇനി ഈ ലിബല്ലൈ കിട്ടണമെങ്കിൽ വളരെ സിമ്പിളാ. ഓരോ ദേവന്മാരുടെ മൂർത്തിയുടെ മുമ്പിൽ ഒരു നുള്ള്, ജസ്റ്റ് 1 പിഞ്ച്, ഒരു നുള്ള് സുഗന്ധദ്രവ്യം കൊണ്ട് കാൽക്കൽ വെച്ചാൽ മതി, എന്നിട്ടൊന്ന് വണങ്ങണം, തീർന്നു.
അത്രേ ഉള്ളൂ. അല്ലാതെ പൊന്നു കൊടുക്കുവോ, സ്വർണ്ണം ഒന്നും, വെള്ളി കൊടുക്കുവോ, മക്കളെ കൊടുക്കുവോ ഒന്നും ചെയ്യണ്ട. ആകെ ഒരു നുള്ള് സുഗന്ധദ്രവ്യ സ്പൈസസ് വെച്ചാൽ ലെവലായി കിട്ടും. എന്നിട്ട് പോലും ഇവരാരും അതിന് തുനിഞ്ഞില്ല. ഇന്ന് നമ്മളൊക്കെ നാട്ടിലാകട്ടെ അവിടെ ആകട്ടെ പീഡനം ധാരാളമുണ്ട്, വേർബൽ അബ്യൂസ് ഉണ്ട്, മെന്റൽ ടോർച്ചർ ഉണ്ട്, അല്ലാതെ ഫിസിക്കൽ ടോർച്ചർ നമ്മൾ ഇവിടെ നാട്ടിൽ കാണുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്തത്? ബിക്കോസ് അവർക്കൊരു വലിയ തിരിച്ചറിവുണ്ടായിരുന്നു. ആ തിരിച്ചറിവിനെ കുറിച്ചാണ് ചില നിമിഷങ്ങൾ, ഒരു 15 മിനിറ്റ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സങ്കീർത്തനങ്ങൾ 65:4 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ദൈവം, അങ്ങനെ മലയാളത്തിൽ ആ വേഴ്സ് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത്, ഹാപ്പി ആർ ദോസ് whom you choose and bring near to live in your courts. We shall be satisfied with the goodness of your house, your holy temple. നിന്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ ആ വാക്യം ഒന്ന് നിർത്തി ഒന്ന് ചിന്തിച്ചു നോക്കണം. അതിന്റെ ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിന്റെ ഫോക്കസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിളിയെക്കുറിച്ചാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. പത്രോസിന്റെ 2-ാം ലേഖനത്തില് നമ്മൾ എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വാക്കുണ്ട്. 1-ാം അധ്യായത്തിലെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തില്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഏറ്റവും ഉറപ്പുള്ളതാക്കുവാൻ ശ്രമിച്ചുകൊള്ളുവീൻ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുവീൻ. അപ്പം ആ വാക്ക് നമ്മുടെ വാക്കും ഭാഷണവും കൂടാതെ നമ്മളോട് എപ്പോഴും ഓർപ്പിക്കുന്ന, നമ്മുടെ മനസ്സിൽ കിടന്നങ്ങനെ നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാവും? വി ഷുഡ് ബി ഷുവർ ഓഫ് വാട്ട് യു ആർ കോൾഡ് ഫോർ, വാട്ട് യു ആർ ഇലക്റ്റഡ് ഫോർ. എന്തിനാ നമ്മളെ വിളിച്ചത്, എന്തിനാ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത്? കർത്താവ് തന്നെ പറഞ്ഞല്ലോ, വിളിക്കപ്പെട്ടവര് അനേകമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുന്നവര് ചുരുക്കമാണ്. ഒരുപാട് പേര് they will sign up for this thing, but not many will be chosen. ഇന്ന് നമുക്ക് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ സങ്കീർത്തനത്തില് 4-ാം വാക്യം തന്നെ നിൽക്കുകയാണ്, ഞാൻ വേറെ എങ്ങും പോകുന്നില്ല. നിന്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ വാക്യത്തിൽ നിങ്ങൾ എന്നോടൊന്ന് പറയണം, അല്ലെങ്കിൽ ചിന്തിക്കണം, മനുഷ്യനാണോ പ്രത്യേകത, പ്രാധാന്യം, അതോ നീ എന്നുള്ള പദത്തിനാണോ അവിടെ പ്രാധാന്യം, അതായത് ദൈവം, അതോ തിരഞ്ഞെടുപ്പിനാണോ പ്രാധാന്യം, അതോ അടുപ്പിക്കുന്നതിനാണോ പ്രാധാന്യം? 4 കാര്യങ്ങളാണ് ആ വാക്യത്തിന്റെ ആ ഭാഗത്ത് എടുത്തു കാണാൻ കഴിയുന്നത്. നിന്റെ ആലയത്തിൽ, അതുകൊണ്ടുണ്ട് 5 കാര്യം. നിന്റെ ആലയത്തിൽ നീ തിരഞ്ഞെടുത്ത, നീ അടുപ്പിക്കുന്ന മനുഷ്യൻ, ഇത്രയും കാര്യങ്ങൾ ഭാഗ്യമാണ്. ഇതിൽ ഏറ്റവും പ്രാധാന്യം ഇതിനുള്ളത്, ഏതായാലും നീ അടുപ്പിക്കുന്ന മനുഷ്യനല്ല പ്രാധാന്യം. പലപ്പോഴും നമ്മുടെ ചിന്ത എന്താണെന്നറിയാമോ? ദ ഫോക്കസ് ഓർ ദി ഓണസ് ഈസ് ഓൺ അസ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. സി, ദ കോൾ ഈസ് നോട്ട് അബൌട്ട് യു. വിളി എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല വിളി, ഞാനല്ല വിളി. വിളിയുടെ താല്പര്യം, വിളിയുടെ ഖനമെന്ന് പറയുന്നത് ഞാനെന്ന വ്യക്തിയിൽ ആസ്പദമായി ഇരിക്കുന്ന കാര്യമല്ല. അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ വിളിയിൽ നിന്ന് പാടേ നമ്മൾ വേറെ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇന്ന് നിർഭാഗ്യവശാൽ കർത്തൃദാസന്മാർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ ചിന്തിക്കുന്നത്, നാം ചിന്തിക്കുന്നത്, സഭ ചിന്തിക്കുന്നത്, നാം എന്തോ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ദൈവം എന്നെ തെരഞ്ഞെടുത്തത് എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ്സ് റോങ്. അതിന്റെ അത്രയും തെറ്റായിട്ടുള്ളൊരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ഒരു 3-4 എക്സാമ്പിൾസ് ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ പറയാം. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മോശ ഏലിയാവ്. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന, പേര് പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല, ഏറ്റവും ഘനമേറിയ പ്രീച്ചേഴ്സ് എന്നുള്ളതിനേക്കാൾ ലീഡേഴ്സ് ആയിരുന്നു ഇവർ രണ്ടുപേരും, മോസസ്, എലൈജ. പക്ഷെ ഇവർ രണ്ടുപേരുടെ ജീവിതം ഒന്ന് നോക്കിയത് അത് വളരെ പോസിറ്റീവാണ്. വളരെ ആയിരക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ അവർ നയിച്ചവരാണ്. പക്ഷെ മോശയുടെ കാര്യവും ഏലിയാവിന്റെ കാര്യത്തിൽ എനിക്കൊരു നെഗറ്റീവ് പറയാനുണ്ട്. അതെന്നാന്നറിയോ? മോശയുടെ കാര്യം. മോശയെ വിളിച്ചു, 3-ാം അധ്യായം പുറപ്പാട് പുസ്തകം. വിളിച്ചപ്പോ മോശയുടെ പറച്ചിൽ എന്തുവാ? എന്നെ അയക്കരുതേ, എനിക്ക് പകരം വേറൊരാളിനെ അയക്കണേ. നീ എനിക്ക് ഞാൻ തടിച്ച നാവുള്ളവന്. 3-4 എക്സ്ക്യൂസ് ഒരുമിച്ച് ഒറ്റ വായി പറഞ്ഞു. ഒന്ന്, എന്നെ അയക്കരുത്, വേറൊരാളെ അയക്കണമേ.
ഞാൻ തടിച്ച നാവുള്ളവൻ. വൈ ഡിഡ് ഹി സേ ദാറ്റ്? എന്താണ് അദ്ദേഹത്തെ അങ്ങനെ പ്രേരിപ്പിച്ചത്? ഞാൻ പറയാം, വേറെ പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഇല്ലായ്മയും ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു കാണും. ഒരുപക്ഷേ ഈജിപ്തിലോട്ട് തിരിച്ചിനിയും പോയി കഴിഞ്ഞാൽ തല കാണത്തില്ലെന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവാം, എന്തുവാകാം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ വാക്യം കൂലങ്കഷമായി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മോശയെ സംബന്ധിച്ചിടത്തോളം മോശയാണ് വിളിയെക്കാട്ടിലും ഇമ്പോർട്ടന്റ്. വിളി പ്ലേസ് ചെയ്യാനായിട്ട്, വിളി വെക്കാൻ ഒരാൾ, ആരുടെ മേലാണോ വിളി വെക്കേണ്ടത് ആ ആൾ ക്വാളിഫൈഡ് ആയിരിക്കണമെന്നാണ് മോശ ചിന്തിച്ചത്. അതുകൊണ്ടാണ് മോശ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞത്, എന്നെ അയക്കണമേ, എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, പകരം വേറൊരാളെ അയക്കണമേ. അതാണ് മോശയുടെ ഏറ്റവും വലിയ തെറ്റ്. ഈ തെറ്റ് അദ്ദേഹം 2 പ്രാവശ്യം ആവർത്തിച്ചു. ഈ തെറ്റ് ഇവിടെ സംഭവിച്ച തെറ്റിൽ എന്ത് പറ്റി നമുക്കറിയാം. ദൈവത്തിന് അവസാനം ദേഷ്യം വന്നു. ദേഷ്യം വന്നതിന് ശേഷം ദൈവം പറഞ്ഞു, ദാണ്ട് വരുന്നു നിന്റെ ചേട്ടൻ ദാണ്ട് വരുന്നു, അദ്ദേഹത്തെ കൂടെ കൂട്ടിക്കോ, കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, നീ അവൻ നിന്റെ നാവായിരിക്കും, നീ ഫറവോന്റെ ദൈവമായിരിക്കും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലായോ? അപ്പം അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഹി കുഡ് ഹാവ് ഡൺ ഇറ്റ് ബൈ ഹിംസെൽഫ്. അഹരോനല്ല, മോശയ്ക്ക് തന്നെ ചെയ്യാമായിരുന്നു. പക്ഷെ മോശ അത് ചെയ്തില്ല. അടുത്തത് ഇതേ കാര്യം നമ്മൾ 70 പേർക്ക് ഉണ്ടാവേണ്ട, 70 പേരിൽ മേൽ പകരേണ്ട ആത്മാവിനെ മോശയുടെ മേൽ പകരുന്നിരുന്നു. ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. ദൈവം അത് 70 പേർക്ക് പകരുന്നതിന് പകരം ആദ്യം തന്നെ മോശയുടെ മേൽ പകരുന്നതിന്റെ ആവശ്യം കാരണം എന്താ? ഹി കുഡ് ഡു ഇറ്റ്. ആ ആത്മാവ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ശക്തി അവനുണ്ടായിരുന്നു. കാരണം ആത്മാവാണ് അവിടെ പ്രധാനപ്പെട്ടത്, അവനല്ല പ്രധാനപ്പെട്ടത്, മോശയല്ല പ്രധാനപ്പെട്ടത്. പക്ഷെ മോശ ചിന്തിച്ചു, ഞാനാ ബീറ്റ്. വേറെയും ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ആ മോശയുടെ ജീവിതത്തിൽ തന്നെ, എനിക്കറിയാം സമയം മുമ്പോട്ട് പോകണം, മോശയുടെ ജീവിതത്തിൽ ഒരു ഉദാഹരണം കൂടെ പറയാം. നിങ്ങൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം ശരിക്കൊന്ന് വായിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകം 33-ല് നമുക്ക് ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട്, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുത്. ഇത് മോശയുടെ വാക്കുകളാണ്. പക്ഷെ ഒരു ചെറിയ തിരുത്തുണ്ട്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉദ്ധരിക്കാം. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുത്. ആ വാക്യം തെറ്റാ, അങ്ങനല്ല വാക്യം. നോക്കിയോ, മലയാളം ബൈബിളിൽ നോക്കിയോ, ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയോ, എവിടെ വേണം നോക്കിയോ, ദ വേഴ്സ് ഇസ് ലൈക്ക് ദിസ്, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നയിക്കരുത്. അത് ഇച്ചിരി ഭയങ്കരമായി. ആ വാക്യം ഇച്ചിരി ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. ഒരു ഗ്ലാസിനകത്ത് പകുതി വെള്ളം ഉണ്ടെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ഇസ് ഹാഫ് ഫുൾ ഓർ ഇറ്റ് ഇസ് ഹാഫ് എംപ്റ്റി. ഏത് രീതി വേണേലും പറയാം, ഇത് ഏത് രീതിയിൽ വേണേലും എടുക്കാം. പക്ഷെ അതിന്റെ 2 വശവും ചിന്തിക്കണം. നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമായി, നിന്റെ സാന്നിധ്യം ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്നതിന് അർത്ഥമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ മറുവശവും ചിന്തിച്ച്, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വേണമെന്നല്ല, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ മതി. നിന്റെ സാന്നിധ്യം എന്റെ കൂടെ മതി. കാരണം ഞാൻ ആരാ? ഞാനാണ് ഇവരുടെ നേതാവ്. എന്റെ കൂടെ നിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. ഇസ്ന്റ് ദാറ്റ് എ നെഗറ്റീവ് തിങ്? ഇനി ഏലിയാവിനെ നോക്കിയേ. ഏലിയാവിനെ കുറിച്ചുള്ള ചിന്ത എന്നറിയാമോ? ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. നോക്കണം, ആ ചിന്താഗതി നോക്കണം. നമ്മൾ ഓർക്കും അത് ഒറ്റ പ്രാവശ്യം പറഞ്ഞോളൂ. ഡിപ്രസ്ഡ് ആയവ ഒരേ ആ സമയത്ത് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ വല്ലാത്ത വിഷമത്തിലായപ്പോൾ പറഞ്ഞ വാക്കാ. ശ്രദ്ധിച്ച് പോയി വായിച്ചു നോക്കണം. 1 രാജാക്കന്മാർ 19-ലും 18-ലും 19-ആയിട്ട് 2 അധ്യായത്തിലായിട്ട് 3 പ്രാവശ്യം ഏലിയാവ് ആ വാചകം തന്നെ ആവർത്തിക്കുന്നുണ്ട്. അവർ നിന്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നിരിക്കുന്നു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തിന് നേരിട്ട് പറയേണ്ടി വന്നത്, ഏലിയാവേ, തെറ്റിദ്ധാരണ നിനക്കാ, എനിക്കല്ല. എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. ബാലിന് മുമ്പിൽ മുട്ടുമടക്കാത്ത നിന്നെ പോലെ 7000 പേരെ ഞാൻ വേറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. The call is not about you. The call is about God. ദൈവം അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടത്. നമ്മുടെ കഴിവുകേടോ ഇതിന് ആധാരമല്ല, വിളിക്ക് ആധാരമല്ല. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ വേറെ 2 പേരെ കൊണ്ട് നോക്കി. നമ്മൾ ഒരിക്കലും പോസിറ്റീവ് പറയാത്ത ഒരാളാണ് ശലോമോൻ. ആകപ്പാടെ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയുന്നത് നമ്മൾ ജ്ഞാനമുള്ള മനുഷ്യനാണ്, 3000 പ്രോവേർബ്സ് എഴുതി, ഇങ്ങനത്തെ കാര്യം മാത്രമേ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളൂ. ബാക്കി ഒരിടത്തും നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയാറില്ല. ശരിയുമാ, അദ്ദേഹം തെറ്റിപ്പോയി ജീവിതത്തിന്റെ അവസാനം. പക്ഷെ ഞാനും ചോദിച്ചോട്ടെ, അദ്ദേഹത്തിന്റെ ഫേമസ് ആകാൻ തുടങ്ങുന്നതിന്റെ ഉച്ച കോടിയിൽ നിൽക്കുമ്പോൾ ജീവിതത്തിന്റെ അവസാനം ആകുമ്പോഴത്തേനും ആള് ശരിക്കും അങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ആയി. പക്ഷെ തന്നെ കൊറോണേറ്റ് ചെയ്ത, അല്ലെങ്കിൽ ക്രൗൺ ചെയ്ത, തന്നെ അഭിഷേകം ചെയ്ത ആ രാത്രി തന്നെ തന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു, നിനക്ക് എന്തോ വേണം പറക, ഞാൻ തരാം എന്ന് പറയുമ്പോൾ ഇത്രയും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ജ്ഞാനമുള്ള ഒരു മനുഷ്യനായി മാറും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു.
അങ്ങനല്ല പറഞ്ഞത്. ശലോമോൻ പറഞ്ഞിങ്ങനെ, നിന്റെ ഈ വലിയ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയുക. നിന്റെ ജനത്തെ നയിക്കുവാനുള്ള വിവേകമുള്ള ഹൃദയം എനിക്ക് തരണം. അപ്പം ശലോമോന് മനസ്സിലായി അവൻ ആരുമല്ലെന്ന് മനസ്സിലായി. ഈ വിളി, ഈ തെരഞ്ഞെടുപ്പ്, ഈ രാജാവാകാനുള്ള ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ കഴിവ് കാരണമല്ലെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണ് ശലോമോൻ അത് ആ രീതിയിലെടുത്തു. ദാവീദിന്റെ കാര്യം നോക്കി, തന്റെ അപ്പന്റെ കാര്യം. ദാവീദ് ഒത്തിരി തെറ്റ് ഒരേ ദിവസം തന്നെ 10 കൽപ്പനയിൽ 3 ഒരേ ദിവസം ലംഘിച്ച ആൾ നമുക്കറിയാം. എന്നിട്ടും ദൈവം പറഞ്ഞു എന്റെ ഹൃദയപ്രകാരം. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതാവസാനം എല്ലാം നേടി നിൽക്കുന്ന സമയം. ഈവൻ ഒറ്റ കാര്യം മാത്രമേ അദ്ദേഹത്തിന് സാധിക്കാതിരുന്നുള്ളൂ, ദേവാലയം പണിയിൽ. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ആ ചാരിതാർത്ഥ്യത്തോടുകൂടി അദ്ദേഹം ജീവിക്കുന്ന ജീവിതം അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ പറയേണ്ടത് എന്താണെന്ന് അറിയാമോ? ഈ മനുഷ്യൻ പറയേണ്ടത്, കർത്താവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നതിന്നതിനൊക്കെ ചെയ്തു. ഹിസ്കിയാവ് അങ്ങനെ പറഞ്ഞില്ലേ? ഇയാളുടെ മകൻ തന്നെയല്ലേ അത്? ഇദ്ദേഹത്തിന്റെ കൊച്ചുമകൻ തന്നെയല്ലേ അത്? ഹിസ്കിയാവിന് ഇത് പറയാമെങ്കിൽ എന്തുകൊണ്ട് ദാവീദിന് പറയാൻ പാടില്ല? പക്ഷെ ദാവീദ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പല പാട്ടുകൾക്ക് ആധാരമായി തീർന്നിരിക്കുന്ന ഒരു സെന്റൻസ് അദ്ദേഹം അന്നേരം പറഞ്ഞു, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എന്റെ ഗ്രഹവും എന്തുള്ളൂ. ഹി നോസ്, ഹി അണ്ടർസ്റ്റുഡ്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അദ്ദേഹം മനസ്സിലാക്കി, ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ. ഞാൻ എന്ന വ്യക്തിയല്ല ഇവിടെ കാര്യം. ദൈവത്തിന് വേണ്ടി ഞാൻ നിന്നാ മാത്രം മതി. ദൈവം എന്നെ നടത്തും. ദൈവത്തിന്റെ വിളി എന്റെ മേലുണ്ട്. ഇന്ന് രാത്രിയിൽ എന്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്നു. എന്റെ സന്ദേശമല്ല, ദൈവത്തിന്റെ സന്ദേശം കേൾക്കുന്ന ഈ ജനത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വിളി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒരുപക്ഷെ അത് കഷ്ടത അനുഭവിക്കാനായിരിക്കും, ഒരുപക്ഷെ അത് പ്രാർത്ഥിക്കാനായിരിക്കും, ഒരുപക്ഷെ അത് കർത്താവിന്റെ വേലയ്ക്ക് ധനപരമായിട്ട് സഹായിക്കാനായിരിക്കും, ഒരുപക്ഷെ വർഷത്തിൽ 2 പ്രാവശ്യം നാട്ടിൽ വന്ന് മിഷൻ പ്രവർത്തനം ചെയ്യാനായിരിക്കും, ഒരുപക്ഷെ പീഡിപ്പിക്കപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ എന്തെങ്കിലും ആ രാജ്യത്ത് ചെന്ന് ചെയ്യുകയോ ഈ നാട്ടിൽ നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിന്ന് ചെയ്തു കൊടുക്കുകയോ ചെയ്യാനായിരിക്കും. പണം മാത്രമല്ല, സ്വാധീനം. ഇതിലേതാണ് നമ്മുടെ വിളി? ഇതിലേറെ വേറെ വിളികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മനസ്സിൽ വന്നത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ കോൾ? ലുക്ക് അറ്റ് ദാറ്റ്. നിന്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് തിരഞ്ഞെടുക്കുന്ന, കേട്ടോ. അപ്പം ആലയത്തിൽ പാർക്കുന്നതാ കാര്യം, അല്ലാതെ വിളി എന്തു ആയിക്കോട്ടെ, വലിയതാകാനല്ല. ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ച് തന്റെ ആലയത്തിൽ പാർക്കാനാണ് ഇതിനകത്ത് മെയിൻ ഉദ്ദേശം. ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്, തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്. ഈ ദാവീദ് എന്താണ് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്? നമുക്ക് ഇഷ്ടമുള്ളൊരു ഭാഗം, ആ അധ്യായം മുഴുവൻ കാണാതറിയാം, ആ സങ്കീർത്തനം മുഴുവൻ കാണാതറിയാം. പക്ഷെ എന്റെ അവസാനത്തെ വാക്യം ചോദിച്ചു കഴിഞ്ഞാൽ, നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും, അത്ര വരെ അറിയത്തുള്ളൂ ആളുകൾക്ക്. ഇപ്പൊ ഞാൻ പറയും 6-ാം വാക്യം മാത്രം പറയാൻ പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ ആളുകൾ മിക്കവാറും ഇപ്പൊ ഞാൻ പറഞ്ഞ ആ സെന്റൻസ് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ ആദ്യം മുതൽ പറഞ്ഞാൽ അടുത്ത ഭാഗം കൂടി കിട്ടും. നമ്മൾ അങ്ങനെയാണല്ലോ, കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന അതുപോലെ പഠിച്ചതേ പാടൂ. പക്ഷെ എന്റെ അവസാനം ഒരു പാർട്ടുണ്ട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സന്തോഷത്തിലിരിക്കുമ്പോൾ, പുൽപ്പുറത്തിലിരിക്കുമ്പോൾ, സ്വച്ഛതയുള്ള വെള്ളത്തിനടിയുകയും ഇരിക്കുമ്പോൾ, കൂരിൽ താഴ്വരയിൽ കൂടെ കടന്നു വന്നിട്ട് ശത്രുവിന്റെ പാളയത്തിൽ, ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കിയ അവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ ദീർഘകാലം ദൈവത്തിന്റെ കൂടെ താമസിക്കണമെന്നാണ് ഈ മനുഷ്യന്റെ ആഗ്രഹം. 27-ാം സങ്കീർത്തനം അദ്ദേഹം തന്നെ എഴുതിയതാണ്. 27-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യത്തിൽ, ഞാൻ യഹോവയോട് ഒരു കാര്യം ഉപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് പറയാൻ ദീർഘമായിട്ട് പറയാനുണ്ട്, പക്ഷെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ എഴുതിക്കുന്ന that I may dwell in the house of the Lord all the days of my life. മുമ്പേ പറഞ്ഞത് ദീർഘകാലം വസിക്കും എന്നാണെങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നേക്കും താമസിക്കാൻ എനിക്ക് താല്പര്യം. എപ്പോഴാ? യഹോവയുടെ ജീവന്റെ പേരും ഞാൻ ആരെ പേടിക്കും? പേടിപ്പിച്ചിരിക്കുന്ന സമയത്ത് പോലും ദാവീദിന്റെ പ്രത്യാശയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്നേക്കും ഇവിടെ അങ്ങ് താമസിച്ചാൽ മതി. തീർന്നില്ല. ഈ ആള് തന്നെയാണ് 63-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. 63-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം ആകെ പ്രശ്നത്തിലാണ്, മരുഭൂമിയിലാണ്, ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമുക്ക് മൈൻഡ് ബ്ലോയിങ് ആയിട്ടൊരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്നറിയാവോ? ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് ഇങ്ങനെയാ, മലയാളത്തിലും എനിക്കറിയാവോ വാക്ക്. മലയാളത്തിൽ എഴുതിക്കുന്നത്, നിന്റെ ബലവും നിന്റെ തേജസ്സും ഞാൻ ദേവാലയത്തിൽ കണ്ടതുപോലെ. നിന്റെ ദേവാലയം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, വേറെ ഒരു വാക്ക. നിന്റെ സാങ്ച്വറി എന്ന ഇംഗ്ലീഷിൽ കണ്ടതുപോലെ ഇവിടെയും കാണേണ്ടതിന്. എവിടാ?
നീ എവിടാ കിടക്കുന്നേ? നീ കിടക്കുന്നത് എവിടെ? മരുഭൂമിയിലാണ്, വിൽഡർനെസ്സിലാണ്. വിൽഡർനെസ്സിൽ കിടക്കുമ്പോൾ ആ മോന്റെ മോന്റെ സന്നിധിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഈ മനുഷ്യൻ ഓട്ടത്തിൽ മുമ്പേ 23-ാം സങ്കീർത്തനത്തിൽ സൗഖ്യത്തോടിരിക്കുന്നു, 27-ാം സങ്കീർത്തനത്തിൽ ഭയന്നിരിക്കുന്നു, 63-ാം സങ്കീർത്തനത്തിൽ ആകെപ്പാടെ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് മിസ്പ്ലേസ്ഡ് ആയിട്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു സമയത്തും പറയാ, ഞാൻ നിന്റെ മഹത്വവും മഹത്വവും നിന്റെ ബലവും ഞാൻ നിന്റെ ആലയത്തിൽ കണ്ടിരിക്കുന്നു. അതുപോലെ എനിക്ക് ഞാൻ ഇവിടെ ആണെങ്കിലും അതിന്റെ അതേ സാമീപ്യം, നിന്റെ സാന്നിധ്യം മാത്രമല്ല സാമീപ്യം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ദൈവമക്കളെ ഞാൻ ചോദിക്കട്ടെ, ദേവദാസന്മാരെ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടോ? ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? കർത്താവ് തന്നോട് കൂടെ ശിഷ്യന്മാരെ വിളിച്ചത് അവരെ പ്രസംഗിക്കാൻ വിടാനും അവരെ ഭൂതങ്ങളുടെ മേല് അധികാരം ഉണ്ടാകാൻ മാത്രമല്ല, അതിന് തൊട്ടു മുമ്പ് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ വളരെ എടുത്തു വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം. എനിക്ക് സമയം എന്റെ സമയം, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ വായിച്ചു നോക്കണം. 11-ാം വാക്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൈൻഡ് ബ്ലോയിങ് വേഴ്സ്. അവൻ തനിക്ക് ബോധിച്ചവരെ തെരഞ്ഞെടുത്തു. ഇതാണ് തെരഞ്ഞെടുപ്പിന്റെ അടുത്ത വിഷയം. തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ കഴിവോ കഴിവുകേടിന്റെ ആസ്പദമാക്കി അല്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ വാക്യമാണ്. അവൻ തനിക്ക് ബോധിച്ചവരെ വിളിച്ചു. അതിന്റെ താഴെ 13-14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ തന്നോട് കൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കാൻ അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം ഉണ്ടാകേണ്ടതിനും 12 വരെ തിരഞ്ഞെടുത്തു. അപ്പം അവസാനത്തെ 2 നമുക്ക് വലിയ ഇഷ്ടമാണ്. പ്രസംഗിക്കാൻ അയക്കാനും നമുക്ക് ഇഷ്ടമാണ്, ഭൂതങ്ങളെ പുറത്താക്കാനും അത് ഡുനാമീസ, പവറാ. മറ്റേത് ഇതാണ് അതോറിറ്റി ആണെങ്കിൽ ഇത് പവറാ. രണ്ടുമുണ്ട്. പക്ഷെ അതിന് മുമ്പൊരു കാര്യമുണ്ട്, തന്നോട് കൂടി ഇരിപ്പാനും. Why are you called this evening? Do you understand what is the call on your life? It is to be like Jesus. യേശുവിനോട് കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആകുവാനാണ്. യേശുവിന്റെ കൂടെ ഇരിക്കുക, യേശുവിനെ പോലെ ആകുക, തന്റെ ആലയത്തിലെ പുഷ്ടി അനുഭവിക്കുക, തന്റെ ആലയത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് മറ്റുള്ളവർക്ക് അത് വിതറിക്കൊടുക്കുക. ഇതാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് അബൌട്ട് യു, ദ കോൾ ഇസ് നോട്ട് ഫോർ യു. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം അത് കഷ്ടതയിൽ കൂടെ ആണെങ്കിലും പെർസിക്യൂഷൻ ആണെങ്കിലും അതെന്ത് വിഷയമാണെങ്കിലും ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് റൈച്ചാനോട് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. എന്നെ ഓർത്തും പ്രാർത്ഥിക്കണമേ.